അപ്പം നമ്മളെന്ന് പറഞ്ഞ CS റാങ്ക് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നു. ഞാനും ഉണ്ടായിരുന്നു, മീനൂട്ടി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ 2 സബ്സ്ക്രൈബർ മച്ചന്മാരുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ടീം ഉണ്ടായിരുന്നത്. ZYXT ഓട്ട് എന്ന് പറഞ്ഞ മച്ചനും TL മാർക്കോ എന്ന് പറഞ്ഞ അവൻ്റെ ഒരു കൂട്ടുകാരൻ. പിന്നെ ഓപ്പോസിറ്റ് പ്ലേസ് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാണ്ട് നല്ല രീതിക്ക് കളിക്കുന്ന പ്ലേസ് ആണ്. അവരുടെ പ്രൊഫൈലിനെ കാണുമ്പോൾ ഒരുപോലെ കിട്ടങ്ങ് മാസമായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇന്ന് ഫ്രണ്ടാക്കാൻ പോണ മച്ചനെ നോക്കുകയാണെങ്കിൽ ഇതാണ് ബ്രോ മൈ ഈസ് യുവർ കട്ട ഫാൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മാസ് ഡയലോഗ് ഒക്കെ അടിച്ചായിരുന്നു. അപ്പം നമുക്ക് ആ മച്ചനങ്ങ് ഫ്രണ്ടാക്കാന്നൊക്കെ അയച്ചു നോക്കുകയാണെങ്കിൽ ഇത് 85 ലെവലുള്ള ക്യാമ്പ് ജോഡ് എന്നാണ് മച്ചൻ്റെ പേര്. അപ്പം ഞാൻ റിക്വസ്റ്റ് ഒക്കെ അയച്ചിട്ടുണ്ട് ഇൻസ്പെക്ട് ആക്കാന്നൊക്കെ വിചാരിച്ച് ഇൻസ്പെക്ട് ഒക്കെ ആക്കി നോക്കുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പുതിയ വന്ന എയർവെൽ അനിമേഷനൊക്കെ എടുത്തിട്ടൊക്കെ ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ നല്ല പ്ലേസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലേസിന് വന്നിട്ട് നമുക്ക് റേസ് എടുക്കണം എന്നൊക്കെ നല്ലൊരു അത് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, മച്ചന്മാരെ അങ്ങ് കൊന്നിട്ട് നമുക്ക് റേസ് എടുക്കാന്നൊക്കെ വിചാരിച്ചു. ഈ റൗണ്ട് എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്നൈപ്പർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്ലെയറിനെ ഞാൻ കൊന്നായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ടീമേറ്റ് അവനെ കില്ല് എടുത്തായിരുന്നു. അതായത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എത്ര റൗണ്ട് നോക്കുകയാണെങ്കിൽ ഈ പ്ലേസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് അടിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ എവിടെ നിന്നാലും നല്ല രീതിക്കൊക്കെ അവർ അടിച്ച് നമ്മൾ കൊല്ലുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എത്ര റൗണ്ട് നോക്കുകയാണെങ്കിൽ ഡബിൾ സ്നൈപ്പർ ഒക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഫസ്റ്റ് ടൈം ഒരു പ്ലെയറിനൊക്കെ ഡൗൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ റൗണ്ട് ഞാൻ ഏസ് എടുത്തുകൊണ്ടൊക്കെ ഒന്ന് വേണ്ട കളിക്കുന്നുണ്ടാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ കുറച്ച് അപ്പുറത്ത് പോയപ്പോൾ എന്ന് പറഞ്ഞ ഒരു പ്ലെയർ എന്ന് പറയുന്നത് ബാഗ് കൂടെ കയറി വരാൻ നിൽക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ടൈമിന് ചാടിയിട്ട് ഒരു 150 കൊടുത്തു. പിന്നെ കൊടുത്തപ്പോൾ ഫേക്കായി എന്താണെന്നറിയില്ല. പിന്നെ ഹൈ റിസ്ക് ഡാമേജ് കൊടുത്തപ്പോൾ അതും അങ്ങ് ഫേക്ക് ഒക്കെ കാണിച്ചു. പിന്നെ എന്തായാലും അങ്ങനെ കയറി പോയിട്ട് അടിച്ച് കൊല്ലെന്നൊക്കെ വിചാരിച്ച് ആ പ്ലെയർ മെഡിക്കൽ അടിച്ചുകൊണ്ടിരിക്കേണ്ടത്. അങ്ങനെ കയറി പോയിട്ടാണ് ആ പ്ലെയറിനെ അങ്ങനെ നോക്കൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മീനുവിനാണെങ്കിൽ അവർ നോക്ക് ആക്കിയായിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് ഫൈറ്റ് എടുത്ത് നമുക്ക് കില്ലൊക്കെ എടുക്കാന്നൊക്കെ വിചാരിച്ചു. നോക്കുകയാണെങ്കിൽ ഒരു പ്ലെയർ അങ്ങ് കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഫസ്റ്റ് ടൈമിന് ആ പ്ലെയർക്ക് ഒരു 150 കൊടുത്തു. പിന്നെ ടീമേറ്റിന് 150 കൊടുത്തപ്പോൾ തന്നെ അവൻ നോക്കാക്കിയായിരുന്നു. പിന്നെ കയറി പോയിട്ട് ഈ ചെക്കൻ അടിച്ചിട്ടാണ് ഡബിൾ സ്നൈപ്പർ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ അങ്ങ് ഒരു മാസമായിട്ട് ഏസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് അടിക്കാത്ത സബ്സ്ക്രൈബ് അടിച്ച് ഒരു ലൈക്ക് അടിച്ചോ.